എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാരറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ ഫലമാണ്. അതായത് 1201 ആണ്ട് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഹാങ്ഡ് മാൻ, Ace of Cups, 3 of Swords, 6 of Cups, Strength card, 9 of Swords. ആദ്യം തന്നെ ഹാങ്ഡ് മാൻ എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റക്ക് എനർജി, സ്റ്റക്ക് ഫീലിംഗ് ആണ് പൊതുവേ നിങ്ങൾ ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പൊതുവേ പ്രത്യേകിച്ച് വർഷത്തിൻ്റെ തുടക്കത്തിൽ ജീവിതം ഒന്നും അതായത് കരകയറ്റാൻ കഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ജീവിതം ഒന്നും പച്ച പിടിക്കുന്നില്ല, കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നില്ല, എന്ത് ചെയ്താലും ഒരു മുന്നേറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി, ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ അതിലൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റക്ക് ഫീലിംഗ് തരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റം അനിവാര്യമായിട്ടുള്ള സമയമാണ് ജീവിതത്തിൽ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള സമയമാണ്. പക്ഷേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനുണ്ട്. പക്ഷേ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തുക, ഒരു മാറ്റം വരുത്തുക. പക്ഷേ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചിന്താഗതിയിൽ മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സമയമെടുക്കുക, വ്യക്തമായിട്ട് റൈറ്റ് ഡിസിഷൻ നിങ്ങൾ എടുക്കുക. പക്ഷേ നിങ്ങൾ ആ റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഒരു എന്താ പറയുക, ഇന്നർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കാരണം നിങ്ങളുടെ ഉള്ളിലാണ് ആ ഒരു മാറ്റം വരേണ്ടത്. ആദ്യം നിങ്ങളുടെ ഇന്നർ വേൾഡിൽ ആദ്യം മാറ്റം വരണം. അതായത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു ഫീലിംഗ് വേണം, ജീവിതം ഇനി മുന്നോട്ടേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം, ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയാൽ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാമെന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് അതിൽ ഒരു മാറ്റം വരുത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ, കാരണം ഇപ്പോൾ നിങ്ങളൊരു ക്രോസ് റോഡിലാണെന്നുള്ളൊരു ഫീലിംഗ് ആണ്. നിങ്ങളുടെ ശരിയായിട്ടുള്ള നീഡ്സ്, നിങ്ങൾക്ക് ശരിക്കും എന്താണ് ആവശ്യം ജീവിതത്തിൽ, അത് നിങ്ങൾക്ക് കൊടുക്കാതിരിക്കുകയാണ് ചെയ്തത്. അതായത് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ആവശ്യം എന്താണെന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുന്നില്ല. അത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷനാണ്, ഒരു നിരാശയാണ്. അപ്പോൾ ആ ഒരു നിരാശ നിങ്ങൾ തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. കാരണം നിങ്ങളോട് തന്നെ നമ്മൾ പറയില്ലേ, എല്ലാവരോടും നമുക്ക് നുണ പറയാം, പക്ഷെ നമുക്ക് നമ്മളോട് തന്നെ നുണ പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളോട് തന്നെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടത്, അതായത് മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു, ഇപ്പോൾ നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഇതൊക്കെയാണ് മറ്റുള്ളവരുടെ കണ്ണിൽ സക്സസ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ശരിക്കും എന്താണ് ആഗ്രഹിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നില്ല എങ്കിൽ ബാഹ്യമായിട്ട് നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം, ഇതൊക്കെ, പക്ഷേ ലൈഫിൽ നിങ്ങൾ വിജയമാണ്. മറ്റുള്ളവരെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആ വിജയം ആസ്വദിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു വിജയമല്ല. കാരണം നമ്മൾ വിജയിച്ചു എന്ന് നമുക്ക് തോന്നണമല്ലോ, എന്നാലല്ലേ നമുക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഡിസാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതിലേക്ക് ഇറങ്ങുക. നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി. ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ മനസ്സ് എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോവുക. കാരണം ഇതൊരു പുതിയ തുടക്കമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രണയമായിരിക്കാം, പുതിയ പ്രണയം ജീവിതത്തിലേക്ക് വരുന്നു. എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പും പ്രണയം തന്നെ ആയിരിക്കണം എന്നില്ല, ആത്മാർത്ഥമായിട്ടുള്ളൊരു ബന്ധം, ആ ഒരു തരത്തിലുള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഇതുപോലെയുള്ളൊരു ബന്ധം നിങ്ങൾക്ക് ഇതിനു മുമ്പ് ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമോഷണലി ക്രിയേറ്റീവായിട്ടുള്ള അങ്ങനെയുള്ളൊരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അപ്പോൾ അതായത് ഇമോഷണലി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്നുള്ളത്, അത് നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. അപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതും, നിങ്ങളുടെ ലൈഫ് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ബന്ധം വരുന്നതിലൂടെ നിങ്ങൾ പലതും നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. നിങ്ങൾക്കൊരു സപ്പോർട്ടാണ് വേണ്ടിയിരുന്നത്, ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നു. ആ സപ്പോർട്ട്
സപ്പോർട്ട് കിട്ടുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളൊരു വിദ്യാർത്ഥിയാണ്, നിങ്ങളുടെ പാരൻസിന് നിങ്ങൾ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം കിട്ടുമ്പോൾ നിങ്ങൾ ലൈഫിൽ എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്ന് മനസ്സിലാക്കുന്നു. ഇനിയിപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങളുടെ ചുറ്റുമുള്ള പലരും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. കാരണം അവർക്കൊന്നും ആ ഒരു ഔട്ട് ഓഫ് ദി ബോക്സ് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ആ ഒരു എനർജിയാണ്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് 3 ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി 3 ഓഫ് സോർട്സ് എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളൊരു ലൈഫിൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് ആളുകളെ വിശ്വസിക്കാൻ എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല പുതിയ ബന്ധങ്ങളും നിങ്ങൾ അകറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഒരു ട്രൈ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ ബന്ധങ്ങൾ വരുന്നത്. ഒത്തിരി പേരൊന്നും ഉണ്ടാവില്ല, 1-2 പേര്. ആ 1-2 പേരെന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ആളുകളും നന്നായിട്ട് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നവരുമാണ്. അപ്പോൾ ഒരുപക്ഷെ അതിലൊന്നൊരു പ്രണയമായിരിക്കാം, മറ്റത് സൗഹൃദങ്ങളായിരിക്കാം. ചില ആളുകളെ സംബന്ധിച്ച് എല്ലാം സൗഹൃദങ്ങളും ആവാം. അപ്പോൾ ആ ഒരു കണക്ഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരെ സംബന്ധിച്ച് പ്രായമായിട്ടുള്ള റിട്ടയർ കഴിഞ്ഞിട്ടുള്ളവരെ പ്രായമായിട്ടുള്ളവരെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലുമൊക്കെ ഭാഗമായിട്ട് നിങ്ങൾ കാരണം നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തിലെങ്കിലുമൊക്കെ ചേരുന്നുണ്ടാവും. അപ്പോൾ അതിലാണ് നിങ്ങൾ സംസാരിക്കുന്ന 1-2 പേര് ഒരേ ചിന്തകൾ, ഒരേ വേവ് ലെങ്ത്, ഒരേ ഫ്രീക്വൻസി എന്നൊക്കെ നമ്മൾ പറയുന്ന അങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരായിട്ട് നിങ്ങൾ നല്ല സൗഹൃദം സ്ഥാപിക്കുക, നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് ലൈഫ് കൊണ്ടുപോവുക. ഇതൊക്കെ നിങ്ങൾക്കൊരു തൃപ്തി തരുന്ന കാര്യമാണ്. അപ്പോൾ മാനസികമായിട്ടൊരു തൃപ്തി ഉണ്ടാകുന്നു എന്നുള്ളത് ലൈഫിൽ കാണിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഫാമിലി കാര്യങ്ങളൊക്കെ ചില ആളുകൾക്കും ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ഫാമിലിയായിട്ട്. അവരുടെ കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സൗഹൃദങ്ങൾ വളരെ പ്രയോജനം ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. 6 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ പലരെ സംബന്ധിച്ചൊരു സ്കൂൾ റീയൂണിയനോ ഗെറ്റ് ടുഗെദർ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേർന്നൊരു ഗെറ്റ് ടുഗെദറോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് അല്ലെങ്കിൽ സ്കൂള് അതിൻ്റെയൊക്കെ ഗെറ്റ് ടുഗെദർ കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. കൂടിച്ചേരൽ, കൂട്ടായ്മ, റീയൂണിയൻ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഒരുപക്ഷെ സ്കൂൾ കോളേജ് അങ്ങനെയുള്ള കാര്യം ആയിരിക്കണം എന്നില്ല. അപ്പോൾ കുടുംബത്തിലുള്ളവർ ഒരുമിച്ച് കൂടിച്ചേരുന്നതാവാം. അപ്പോൾ ചിലപ്പോൾ റിലേറ്റീവ്സ് എല്ലാം ഒരുമിച്ച് ചേർന്നിട്ട് ഫാമിലിയിൽ ഒത്തുകൂടുന്നതിൻ്റെ ഒരു സിറ്റുവേഷൻ ആവാം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എനർജി ഇപ്പോൾ 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ അതൊരു വളരെയധികം നിങ്ങൾക്ക് തൃപ്തി തരുന്നൊരു കാര്യം കൂടിയിട്ട് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള പല ബന്ധുക്കളെയും നിങ്ങളുടെ ചെറുപ്പത്തിലെ സുഹൃത്തുക്കളായിട്ടുള്ള ചില റിലേറ്റീവ്സൊക്കെ ഉണ്ടാവും, കസിൻസ്, അവരെയൊക്കെ വീണ്ടും പരിചയപ്പെടുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നതിൻ്റെ തൃപ്തിയൊക്കെ കാണുന്നുണ്ട്. പിന്നെ പൊതുവേ ഒരു ദൈവാനുഗ്രഹമുള്ള വർഷമാണ്. ഇപ്പോൾ പറയും നിങ്ങൾക്ക് ചെറിയ ചെറിയ സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എന്തെങ്കിലും വലിയ ഇഷ്യൂസ് സീരിയസ് ആയിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു ദൈവത്തിൻ്റെ ആ ഒരു നമ്മൾ പറയും ദൈവത്തിൻ്റെ ആ ഒരു സ്പർശം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ദൈവം കൂടെ ഉണ്ട്, ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഫീൽ ചെയ്യും. വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും പറഞ്ഞു വിടുന്ന പോലെ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ വരുന്ന പോലത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തോ ഒരു ഓപ്പറേഷൻ സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആവാം, സർജറി. അപ്പോൾ അത് നിങ്ങൾക്ക് ഭയം ഉണ്ടാവും, പക്ഷെ ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ ആള് വളരെയധികം നല്ല രീതിയിൽ ബെറ്ററായിട്ട് റിക്കവർ ചെയ്ത് സുഖം പ്രാപിക്കുന്ന സാഹചര്യമുണ്ട്. പിന്നെ 9 ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പം അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൽ പിന്നെ പറയാനുള്ളൊരു കാര്യം. ഇവിടെ ചിന്തകൾ എന്ന് പറയുന്നതിലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ രീതിയിലുള്ള അലട്ടലുകൾ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ കാണിക്കുന്നത് കൂടുതലായിട്ട് സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികളിലാണ്. കാരണം ഈ ഒരു ചിന്ത എന്ന് പറയുന്ന മെയിനായിട്ട് ഇപ്പോൾ വിദ്യാഭ്യാസ കാര്യം, പഠിത്തം അങ്ങനെയുള്ള കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അല്ലെങ്കിൽ അക്കാഡമിക്സിൽ നിൽക്കുന്നവർ, ഇപ്പോൾ റിസർച്ച് ചെയ്യുന്നവർ പേപ്പർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്, കമൻസൊക്കെ വളരെ വളരെ
ഡിഫിക്കൽട്ടായിട്ടുള്ളതാണ്, അതുപോലുള്ള കാര്യങ്ങൾ റീസബ്മിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വീണ്ടും എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാവാം. വിദ്യാർത്ഥികൾ ചില മത്സര പരീക്ഷകൾ കാര്യങ്ങൾ ലൈഫിൽ ചില കാര്യങ്ങൾ ഇനി ഏജ് കഴിയാറായി, ഇപ്പോൾ ഗവൺമെൻറ് ജോബിൻ്റെ അങ്ങനെ വല്ലതൊക്കെയുള്ള സിറ്റുവേഷൻസ് ആവാം. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുക, ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.